നമസ്കാരം. കുടുംബാംഗങ്ങൾ തമ്മിൽ അടിപൊട്ടുന്ന വീട്ടിൽ ഗൃഹനാഥൻ ചൊടിച്ച് പിണങ്ങിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ? അതേ അവസ്ഥ തന്നെയാണ് നിയമസഭാ കുടുംബത്തിൽ അരങ്ങേറിയത്. തന്നിലിളയത് തലയ്ക്ക് മുകളിൽ കയറിയപ്പോൾ ശക്തനായ കുടുംബനാഥൻ്റെ നാഡീഞരമ്പുകൾ തളർന്നുപോയി. പിന്നാലെ പിണക്കവും. അതിനിടയിലും DGP ജേക്കബ് തോമസിന് രക്ഷയില്ല. നിയമസഭയിലും എടുത്തിട്ട് പന്തടിക്കുകയാണ്. പിന്നെ മോദി പോയ വഴിയിലൂടെയും ഒന്ന് സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ കടക്കാം. ഡെമോക്രസിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാ ആ നിയമസഭാ കുടുംബത്തിൽ നടക്കുന്നത്? പേര് ശക്തൻ എന്നാണെങ്കിലും ആള് കുടുംബനാഥനായാലും മനസ്സ് വേദനിച്ചാൽ പിന്നെ ചൊടിക്കൂലേ? അമ്മാതിരി പരിപാടിയല്ലേ അനിയൻ ചെന്നിത്തല ചെയ്തത്. പ്രവാസി ബില്ലിൻ്റെ ചർച്ചയ്ക്കിടെ എളാപ്പ എന്നെ നെല്ലിക്കുന്ന് ചെന്നിത്തലയോട് ഒരു ചോദ്യമിട്ടത് കുടുംബനാഥന് എന്തോ ഇഷ്ടമായില്ല. പ്രധാനമന്ത്രിയെ കാണാൻ കുടുംബത്തിന് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് പണിയൊക്കെ പെട്ടെന്ന് തീർത്ത് സ്ഥലം വിടാനായിരുന്നു കുടുംബനാഥൻ ഉപദേശിച്ചത്. എന്നാൽ പെട്ടെന്നിങ്ങനെ ദോശ ചൂട്ട് പോകണ്ട എന്ന് രമേശ് ജി പറഞ്ഞതോടെ സ്പീക്കർ ജി പിണങ്ങി. ഭഗവാനെ, ഇതും കുത്തി 39ാമത്തെ തട്ടുകടയാണ്. ഇവിടെയെങ്കിലും എനിക്ക് ജോലി ഉറപ്പാവണേ. എനിക്കൊരു കാര്യം പറയാനുണ്ട് സാർ. ഇത് നിയമനിർമ്മാണ സഭയാണ്. ദോശയിടുന്നത് പോലെ ബില്ലുകൾ പാസ്സാക്കുന്നത് ശരിയല്ല. ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കണം, ഇല്ലെങ്കിൽ വേറെ ദിവസം വെക്കണം. അത് ശരിയല്ല. ഇറ്റ്സ് നോട്ട് കറക്റ്റ്. നിയമനിർമ്മാണ സഭയാണ്, അസംബ്ലിയാണ്. ബഹുമാനമായ സ്പീക്കർ എല്ലാ അംഗങ്ങൾക്കും പറയാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ഒരു ബില്ലെന്ന് പറയുന്നത് നിയമമാണ്. നാളെ ഈ നിയമത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കണം. അതുകൊണ്ട് ദയവായി അങ്ങ് ആളുകളെ നിയന്ത്രിക്കരുത്. ചർച്ച ചെയ്യാനുള്ള അവസരം കൊടുക്കണം. ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ സാർ. വല്ലപ്പോഴുമാണ് ഈ ബില്ലുകൾ വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ വേറൊരു സമയത്തേക്ക് മാറ്റി വെക്കണം. അല്ലാണ്ട് ബില്ലുകൾ ചർച്ച ചെയ്യാതെ തീരുമാനിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിന് ഗുണകരമല്ല. ദോശ ഒന്ന് ശരിയാവും. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചെയറിന് വേണ്ടി അല്ല പറഞ്ഞത്. ബഹുമാനപ്പെട്ട മന്ത്രിമാർ പ്രധാനമന്ത്രിയുമായി ചർച്ചയ്ക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരാൻ വേണ്ടിയാണ് ചെയർ പറഞ്ഞത്. അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കുക. ഒരു കാര്യം ഞാൻ പറയാം. ഈ ബില്ല് നിയമനിർമ്മാണ സഭയാണോ ഇത്? അങ്ങ് അത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളല്ലേ? ദയവായി ഈ ബില്ലുകൾ ചർച്ച ചെയ്ത് ചർച്ചകളിലൂടെ ബില്ലുകൾ പാസ്സാക്കണം. ഇത് നിയമനിർമ്മാണമാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്നതാണ് നിയമങ്ങൾ. ചർച്ച ചെയ്യട്ടെ സാർ. അതിനുള്ള അനുവാദം കൊടുക്കണം. എനിക്ക് കണ്ണുകളുണ്ടോ? എവിടെ? ഒന്നെവിടെ? ഭാഗ്യം. ഇനി ഒന്നേതാ? ഇവിടെയും ഉണ്ട്. ഇതിന്റെ വല്ല കാര്യമുണ്ടോ? നെല്ലിക്കുന്ന് ഇഷ്ടം പോലെ സംസാരിക്കാം. മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഈ കപ്പ കൊണ്ട് എനിക്ക് ദോശ ഉണ്ടാക്കാൻ അറിയാവൂ. കപ്പ ദോശ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല. ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. മുഖത്തൊരു അടി കിട്ടിയതുപോലെ ആയിപ്പോയി. എന്തായാലും സംഗതി കുഴഞ്ഞു. പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി വൈകുന്നേരം 5:10 വിമാനത്താവളത്തിൽ മന്ത്രിസഭാംഗങ്ങൾക്ക് ഒരു അപ്പോയിൻമെന്റ് ലഭിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ പോകാൻ കഴിയുന്ന രീതിയിൽ സഭാ നടപടികൾ ക്രമീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട സ്പീക്കറോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ പ്രതിപക്ഷങ്ങളോട് സംസാരിച്ച് അവരും സഹകരിക്കാമെന്ന് അറിയിച്ചിരുന്നതാണ്. പ്രവാസികാര്യ ക്ഷേമ ബില്ലിന്റെ ചർച്ചയിൽ എന്നെ നെല്ലിക്കുന്ന് സംസാരിച്ചപ്പോഴാണ് സ്പീക്കർ ഇടപെട്ടത്. ആ സമയത്താണ് ഹോം മിനിസ്റ്റർ കടന്നു വരുന്നത്. അദ്ദേഹം ഈ ധാരണയെ പറ്റി അറിയില്ലായിരുന്നു അദ്ദേഹം പറയുന്നു. അദ്ദേഹം വരുമ്പോഴത്തേക്ക് എന്നെ നെല്ലിക്കുന്നവരോട് സ്പീക്കറെ ചുരുക്കാൻ പറയുകയാണ്. അപ്പം ബില്ലായതുകൊണ്ട് ചുരുക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. അല്ലാതെ അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കാം. അദ്ദേഹം പറഞ്ഞത് സഭയിൽ ഇങ്ങനെ ധാരണ ഉണ്ടായത് അറിയില്ലെന്ന് പറഞ്ഞത്. പ്രൈം മിനിസ്റ്റർ വരുന്ന അറിഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല. സഭയിൽ ഇങ്ങനെ ചർച്ച ചുരുക്കാൻ ധാരണ ഉണ്ടായി എന്ന് അറിഞ്ഞിരുന്നില്ല പറഞ്ഞത്. അദ്ദേഹം ഒരു ധാരണ പെശ കൊണ്ടാണ് ഹോം മിനിസ്റ്റർ പറഞ്ഞത്. അപ്പൊ ഈ നേരത്തെ 4:45 അല്ലെങ്കിൽ ഷോ നിർത്താനുള്ള ഒരു മുൻധാരണ ഉണ്ടായത് അദ്ദേഹം അറിഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇളമനമുരുകല്ലേ
അദ്ദേഹത്തോട് മുഖ്യമന്ത്രി സംസാരിച്ചു, മന്ത്രിമാർ സംസാരിച്ചു. ചൊടിച്ച് പിണങ്ങിപ്പോയ ശക്തനെ കുപ്പിപ്പാലും തേനും കൊടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ മുത്തച്ഛനും ഇളയച്ഛനും അനിയന്മാരും തീരുമാനിച്ചു. അതിനായി കുഞ്ഞുഞ്ഞും കുഞ്ഞാപ്പയും തിരുവഞ്ചൂർ മാമനും ജോസഫ് അച്ചായനും മുരളിയേട്ടനും അടക്കം ഒരു സംഘം ഇറങ്ങിത്തിരിച്ചു. ആനത്തലയോളം വെണ്ണതരാമടാ ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക് പൈക്കളെ മേയ്ക്കുവാൻ പാടത്തയക്കാം ഞാൻ മൈക്കണ്ണ ഉണ്ണുണ്ണി വാമുറുക്ക് കിങ്കിണി മോതിരം തങ്കത്താൽ ചാത്തിടാം പങ്കജലോചന പൊടിവാടാ. ഒരു രക്ഷയുമില്ല. പാലും വേണ്ട, തേനും വേണ്ട. കുഴങ്ങിയല്ലോ എൻ്റെ ബദിരീങ്ങളെ. എന്തായാലും കൂട്ടുകുടുംബം തകരുമെന്ന് മനസ്സിലായതോടെ രമേശ് അനിയൻ ഫോണെടുത്ത് കറക്കി. ഇനി ഇതുപോലെ കാണിക്കൂ. സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സദാശിവ മാമന്റെ അടുത്ത് വിളിച്ചു പറയും. സംഗതി കോംപ്ലിമെന്റ്സ് ആക്കി. പിന്നെ സ്പീക്കർ മുഖ്യന്റെ സ്വന്തം ആളായത് കൊണ്ടാണ് ചെന്നിത്തല ഇങ്ങനെ ആഞ്ഞടിച്ചത് എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. ഇതൊക്കെ ചെറുത്. പിന്നെ ചെന്നിത്തല ചൂടായതിൻ്റെ വിഷമം കൊണ്ട് സഭാനാഥന്റെ അപൂർവ രോഗം വീണ്ടും ശക്തമാകല്ലേ എന്ന് പ്രാർത്ഥിക്കാം. സഭയിൽ ബില്ലുകൾ വീണ്ടും എടുക്കുകയാണ്. ചർച്ച തുടരും. വിഷയം ജേക്കബ് തോമസ്. സർക്കാരിന് ആവശ്യത്തിന് കൊട്ടുകൊടുക്കുന്ന ജേക്കബ് തോമസ് വീണ്ടും നിയമസഭയിലെത്തി. ഇത്തവണ സഖാവ് AK ബാലനാണ് DGPയെ വിളിച്ചുകൊണ്ടുവന്നത്. പ്രതിപക്ഷം മൊത്തം ബാലനൊപ്പവും ജേക്കബ് തോമസിനൊപ്പവും ചേർന്നപ്പോൾ മൊത്തം ബഹളമയമായി. എന്നാൽ ഈ പറഞ്ഞതൊന്നും പക്ഷേ നമ്മുടെ മന്ത്രി മഞ്ഞളാംകുഴിക്ക് ദഹിച്ചില്ല കേട്ടോ. മുഖ്യമന്ത്രി താനായിരുന്നെങ്കിൽ ജേക്കബ് തോമസ് ഇപ്പോൾ വീട്ടിലിരിക്കേണ്ടി വരുമായിരുന്നു പോലും. ബഹുതല മന്ദിരങ്ങളിൽ ചട്ടപ്രകാരമുള്ള അഗ്നിശമന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതിനാൽ ഫയർഫോഴ്സ് ഡയറക്ടർ അനുമതി നൽകിയില്ല സർ. അത് അദ്ദേഹം നൽകാതിരുന്നതിൻ്റെ കാരണം റൂൾ 54(4)A ഇത് കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസിലുള്ള കാര്യമാണ്. ഞാനൊരു ഉദ്യോഗസ്ഥനെ വേട്ടയാടിയത് അദ്ദേഹം ഇത് കംപ്ലൈ ചെയ്തു എന്ന ഒറ്റ കാരണത്താലാണ്. ഈ നമ്മുടെ ബിൽഡിംഗ് റൂളിൽ നാഷണൽ ബിൽഡിംഗ് കോഡ് ഭാഗമായി എന്നിട്ട് ഏകപക്ഷീയമായിട്ട് ഇവർ തീരുമാനിക്കുക. ഇതൊന്നും ഇവിടെ വാദകമല്ല. ഫയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് DGPക്ക് കൊടുത്ത അധികാരമൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് പിൻവലിക്കുകയാണ് സർ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ ക്യാബിനറ്റ് ചേർന്നിട്ട് തീരുമാനിച്ചിട്ട ചട്ടം ഭേദഗതി സാറ് കണ്ടിട്ടുണ്ടോ? ഈ നിയമസഭ കണ്ടിട്ടുണ്ടോ? സബ്ജക്ട് കമ്മിറ്റി കണ്ടിട്ടുണ്ടോ? സർ, ഒരു നിയമനിർമ്മാണം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ അതിനേക്കാളും ഗാംഭീര്യമുള്ളതാണ് ചട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. ഈ ആക്ടിന്റെ ഇന്റൻഷൻ അങ്ങനെ തന്നെ അട്ടിമറിക്കാം ചട്ടത്തിന്. അതുകൊണ്ടാണ് സാർ ചട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കോഷ്യസ് ആയിരിക്കണം നമ്മൾ. ഇവിടെ ഈ പ്രക്രിയകളൊന്നും പാലിക്കാതെയാണ് സാർ യഥാർത്ഥത്തിൽ നിയമം കംപ്ലൈ ചെയ്തു എന്ന ഒരൊറ്റ കാരണത്താൽ ഒരു ഉദ്യോഗസ്ഥനെ ഇവർ വേട്ടയാടിയത്. അത് പ്രോപ്പർ ആയിരുന്നോ? ഒരു മന്ത്രിസഭയ്ക്ക് യോജിച്ചതാണോ? ഒരു മന്ത്രിക്ക് യോജിച്ചതാണോ? നിങ്ങൾ നിയമം മാറ്റിക്കോളൂ. സർ, അങ്ങ് ഇവിടെ പറഞ്ഞല്ലോ ആ ഉദ്യോഗസ്ഥനെ സർക്കാർ വേട്ടയാടിന്ന്. വാസ്തവത്തിൽ ആ ഉദ്യോഗസ്ഥൻ സർക്കാരിനെ വേട്ടയാടി ചെയ്യുന്നത് അനാവശ്യമായിട്ടുള്ള ഞാനിപ്പോൾ അത് പറയാൻ ഉദ്ദേശിച്ചല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും സർവീസിലിരിക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി ആയതുകൊണ്ടാണ്. ഞാനും മറ്റേ മുഖ്യമന്ത്രി ആണെങ്കിൽ അയാൾ വീട്ടിലിരിക്കും. അവസരം തരാമെന്ന് പി ശ്രീരാമകൃഷ്ണൻ. ശ്രീ പ്ലീസ് 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 ഓർഡർ. കേരളത്തിലെ ഒരു DGP മുഖ്യമന്ത്രിയുടെ ഔദാര്യത്തിലാണ് സർവീസിൽ തുടരുന്നതെന്ന് വ്യക്തിപരമായി ഒരു ഉദ്യോഗസ്ഥനെ സഭയുടെ അകത്ത് ആക്ഷേപിക്കാമോ സാർ? അതാണ് ശ്രീ പി ശ്രീരാമകൃഷ്ണൻ. അലിമന്ത്രി വലുതായി മുഖ്യമന്ത്രിയാകുന്ന കാലം കേരള സംസ്ഥാനം ഉണ്ടാകുമോ എന്നൊക്കെയാണ് വിമർശകർ ചോദിക്കുന്നത്. അത് എന്തെങ്കിലും ആവട്ടെ, ജേക്കബ് തോമസ് പറയുന്നത് കേൾക്കണ്ടേ? വിവരക്കേടിൻ്റെ ഈ വളർച്ചയിൽ സൂര്യചന്ദ്രന്മാരുടെ അടുത്തെത്തിയാൽ അതിനെയും ഈ നേതാക്കൾ പിടിച്ചടക്കിയേനെ, നശിപ്പിച്ചേനെ എന്നാണ് DGP പറയുന്നത്. ചില പ്രകൃതിയെ നശിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന നമ്മൾ തന്നെയാണത്. കാരണം ജനാധിപത്യമാണല്ലോ നമ്മൾ. അപ്പം നമ്മൾ തന്നെയല്ലേ എല്ലാം. അപ്പം നമ്മൾക്കെതിരെ നമ്മൾ ഡിഫൻസ്ലെസ് ആയി എന്നുള്ളൊരു അവസ്ഥ ഇന്നുണ്ടായിരിക്കുന്നു. അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അറിവ് നമ്മൾ പറയുമ്പോൾ അത് അറിവില്ലായ്മയാണ്, വിവരക്കേടാണ്, ജ്ഞാനമില്ലായ്മയാണ് എന്ന് തിരിച്ചു പറയുന്ന ഒരു
ഒരു സംവിധാനം ഇന്ന് നിലവിലില്ലേ? മുകളിലോട്ടുള്ള നമ്മുടെ ആ ഒരു വളർച്ചയിൽ നമുക്ക് ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും എത്തിപ്പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ മനുഷ്യനെ ഇതിനകം അതും നശിപ്പിച്ചേനെ. ഇത് പ്രത്യേകിച്ച് ആരെയും ഉദ്ദേശിച്ചല്ല കേട്ടോ, എല്ലാവരെയും ഉദ്ദേശിച്ച. സംഗതി ഗംഭീരമായി. കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. ജേക്കബ് തോമസ് തലയുയർത്തി ഇപ്പോഴും വാഴുകയാണ്. ഇനി മോദി പോയ വഴിയിലെ ചാണകം തളിക്കലും യുവമോർച്ചയുടെ പ്രതിരോധവുമാണ്. ഇടവേള കഴിയട്ടെ. ജീവിത നാടകരംഗം